നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ആശ്വാസധനം ഉടൻ സ്വരൂപിക്കണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ച് അമ്മ പ്രേമകുമാരി. മകളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് വീഡിയോ കോൺഫറൻസ് വഴി ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബം ആശ്വാസധനം സ്വീകരിച്ച് നിമിഷയോട് ക്ഷമിക്കുന്നതോടെ മാത്രമേ ജയിൽ മോചനം സാധ്യമാകൂ. ഏതു സമയത്തും വിധി നടപ്പാക്കാനുള്ള ഉത്തരവ് ഉണ്ടാകുമെന്നതിനാൽ എത്രയും വേഗം പണം സ്വരൂപിക്കണം. ആശ്വാസധനത്തിന് മറ്റു നടപടികൾക്ക് ആവശ്യമായ 3 കോടിയോളം രൂപ അക്കൗണ്ടിലുണ്ടെന്ന് ബോധ്യപ്പെടുത്തണമെന്നും ഇവർ പറഞ്ഞു. മഹദിയുടെ കുടുംബവുമായി നേരിട്ട് ചർച്ച നടത്താൻ കഴിയില്ല. അവരുടെ ഗോത്രത്തലവനെ അതിന് കഴിയും. അവരുമായി ചർച്ച നടത്താൻ 25 ലക്ഷം രൂപയും മോചനത്തിന് അപേക്ഷിക്കാൻ മറ്റൊരു 25 ലക്ഷം രൂപയും ഉടൻ സമാഹരിക്കേണ്ടതുണ്ട്. മകളുടെ മോചനത്തിനായി ഈ തുക എത്രയും വേഗം സമാഹരിച്ചു തരണമെന്ന് പ്രേമകുമാരി പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിലെ അംഗങ്ങളുടെയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ജിബൂട്ടിയിലെ ഇന്ത്യൻ എംബസി യമൻ പൗരനായ ഒരു അഭിഭാഷകനെ നിയമിക്കുകയും നിമിഷയ്ക്ക് വേണ്ടി ചർച്ച നടത്താനും മറ്റുമായി സൗകര്യങ്ങൾ ഒരുക്കിയത്. ഏപ്രിലാണ് മകളെ കാണാൻ അമ്മ പ്രേമകുമാരി യമനിലേക്ക് പോയത്. യമൻ സ്വദേശിയെ കൊലപ്പെടുത്തി മൃതദേഹം വീടിനുള്ളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്ന കേസിലാണ് നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യുവാവ് പാസ്പോർട്ട് പിടിച്ചെടുത്ത് ഭാര്യയാക്കി വയ്ക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ക്രൂരമായ പീഡനത്തിനിടെയായിരുന്ന നിമിഷ തലാലിനെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തലാലിന്റെ കൈവശമുണ്ടായിരുന്ന പാസ്പോർട്ട് വീണ്ടെടുക്കുകയായിരുന്നു ലക്ഷ്യമെന്നും പറഞ്ഞിരുന്നു. തന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെയും മറ്റൊരു യുവാവിന്റെയും നിർദ്ദേശപ്രകാരം അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചത് മരണത്തിന് ഇടയാക്കുകയായിരുന്നു. മരുന്ന് കുത്തിവെക്കുന്നതിന് സഹായിച്ച തദ്ദേശീയായ നഴ്സ് ഹാൻ ഇതേ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്. കൊല്ലപ്പെട്ട തലാലിന്റെ നാട് ഹൂതി വിമതരുടെ ഇസ്ലാമിക ഗോത്രവർഗക്കാരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്. കടുത്ത ഇസ്ലാം നിയമങ്ങൾ പിന്തുടരുന്ന വിഭാഗമാണ് ഇവർ. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിനേക്കാൾ കൂടുതൽ ഇവരെ പ്രകോപിപ്പിക്കുന്നത് കൊലപാതക ശേഷം മൃതദേഹം വികൃതമാക്കി എന്ന കുറ്റമാണ്. ദയാധനം സ്വീകരിക്കുന്ന കാര്യത്തിൽ തലാലിന്റെ കുടുംബത്തിലെ 2 അംഗങ്ങളായിരുന്നു എതിർ നിന്നിരുന്നത്. ഈ 2 പേരൊഴികെ മറ്റുള്ളവരുടെ സമ്മതം ലഭിച്ചിരുന്നു. മോചനം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഊർജിതമാക്കാനായിരുന്നു നേരത്തെ ശ്രമങ്ങൾ തുടങ്ങിയിരുന്നത്. യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയ പ്രതിക്ക് ശിക്ഷാ ഇളവ് ലഭിക്കും. നേരത്തെ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മ വ്യാജ അക്കൗണ്ടിലേക്ക് പണം സ്വരൂപിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന DMC കൂട്ടായ്മയാണ് ഇതിന് പിന്നിലെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചിരുന്നു. ഇവർ പണം ആവശ്യപ്പെടുന്ന അഭ്യർത്ഥന വിവിധ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചിരുന്നു. അനധികൃത പണപ്പിരിവ് നടത്തുന്നതിൽ നിന്ന് സംഘടനകളും വ്യക്തികളും പിന്മാറണമെന്ന് ആക്ഷൻ കൗൺസിൽ അഭ്യർത്ഥിച്ചിരുന്നു. അല്ലാത്തപക്ഷം നിയമനടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി അറേബ്യയിലെ ജയിലിൽ കിടക്കുന്ന മലയാളിയായ അബ്ദുൾ റഹീമിനായി ദിയാധനം സ്വരൂപിച്ച് മോചനത്തിന് മനുഷ്യസ്നേഹികൾ കൈകോർത്തതിന് പിന്നാലെ നിമിഷപ്രിയയുടെ കാര്യത്തിലും പുതിയൊരു പ്രതീക്ഷ കൈവരികയായിരുന്നു. എത്രയും വേഗം ആശ്വാസധനം സ്വരൂപിച്ച് നിമിഷയെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മനുഷ്യസ്നേഹികൾ കൈകോർക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.